മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത് ഓവർനൈറ്റ്. അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, നാരങ്ങ നീര്, മല്ലിയില ഇതെല്ലാം കൂടി അരച്ച് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഞാൻ പുരട്ടി ഇന്നലെ ഓവർനൈറ്റ് വെച്ചതാണ് ചിക്കൻ. ഇത് ഒരു ചിക്കനാണ്. ഇത് നല്ല ബട്ടർഫ്ലൈ പോലെ മുറിച്ച് എന്നിട്ട് ഇത് പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ, കാരണം അതിലോട്ട് മാരിനേഷൻ കയറാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ എടുത്ത് വെച്ചു. റൂം ടെമ്പറേച്ചർ ആക്കി വെച്ചിരിക്കുവാണ് കേട്ടോ. പാൻ വെച്ച് ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബട്ടർ എല്ലാം നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 കപ്പ് 1 കപ്പ് വെള്ളം, അതായത് ഇത് മാരിനേറ്റ് ചെയ്തതിൻ്റെ ഗ്രേവിയാണിത്. ഇതൊന്ന് തിളക്കട്ടെ. തീ നമുക്കതൊരു ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. പിന്നെ നല്ല തിളയ്ക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കളർ ചേർക്കാം. കാരണം നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് മാത്രമല്ലേ കളർ തേച്ചുള്ളൂ, മറ്റേ സൈഡും കൂടി കളർ വരാൻ വേണ്ടിയാണ് ഈ ഇതിലോട്ട് ഞാനിപ്പോൾ കളർ ചേർക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. ബാക്കിയുള്ള മാരിനേഷൻ കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. നമുക്ക് ചിക്കൻ വെന്തൊന്ന് നോക്കാം. ഫോർക്ക് കൊണ്ടൊന്നും ഇതുപോലെ കുത്തി നോക്കാം. ചിക്കൻ ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിത് ഓവനിലോട്ട് വെച്ച് സ്കിന്നൊക്കെ നല്ലൊരു ക്രിസ്പി ആക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഓവനിലോട്ട് മാറ്റി വെച്ചു. ഇത് സ്കിന്നൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. പിന്നെ ബാക്കി 75% അല്ലേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയും കൂടി കുക്കായി കിട്ടും. ഇപ്പോൾ ഇത് 50% ടെമ്പറേച്ചറിൽ ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ബാസ്മതി റൈസാണ്. ഇതൊന്ന് ഞാൻ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവരട്ടെ. ആദ്യം നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതൊരു 1.25 കപ്പ് വെള്ളം കാണും. അതിലോട്ട് ആദ്യമേ തന്നെ ഞാനിത് 3 കപ്പ് റൈസാണ് ഇതിലേക്ക് ഇടുവാണ്. അതിലേക്ക് മല്ലിയില, പുതിനയില, 2 പച്ചമുളക് ഇടുവാണ്. ഇനി ബാക്കി വെള്ളം ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അതാണ് ഞാനിത് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഓൾറെഡി 2 കപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് 4 കപ്പ് കൂടി ചേർക്കാം. 1 4 പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇതുപോലെ 1 ടീസ്പൂൺ. ഒരു തീ ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം. അതിലേക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട ഉണക്ക ലെമണാണിത്. ഡ്രൈ ലെമൺ 2 ഇടുന്നു. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കും. തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയത്തിലോട്ട് മാറ്റാം. ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് നല്ല സ്കിന്നിൽ നല്ലപോലെ ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി വെക്കാം. അപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അരി ഒന്ന് തുറന്ന് നോക്കാം. തിള വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, വെള്ളം കുറവാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം കുറച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെള്ളം കറക്റ്റാണ്. തീ ഒരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് വീണ്ടും അടച്ചു വെക്കും. ഇപ്പം ചോറ് ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് സാഫ്രോൺ ഞാൻ പാലിൽ കലക്കി വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് ഒഴിക്കും.
ബാക്കി വന്ന ബട്ടറും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അതാണ് ഒരു കട്ടി പിടിച്ച പോലെ ഇരിക്കുന്നത്. ഇപ്പോൾ തുറന്നിരിക്കട്ടെ, ഒരു 5 മിനിറ്റ് ഇങ്ങനെ തുറന്ന് ഇട്ട് നമുക്ക് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക, അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുമായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ചിക്കൻ നല്ല ക്രിസ്പിയായി റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ എണ്ണയും ഇതെല്ലാം ഇതിലോട്ട് ഒഴിക്കാം. ഒന്നും കളയേണ്ട ആവശ്യമില്ല.